ക്ഷേത്ര വാദ്യകലാകാരന്മാരുടെ സംഘടനയായ ഭരണങ്ങാനം ശ്രീകൃഷ്ണ വാദ്യകലാപീഠത്തിന്റെ 9ാം വാർഷിക സമ്മേളനവും പുരസ്കാര വിതരണവും ഇടമറ്റം ഓശാന മൗണ്ടിൽ നടന്നു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. സത്യം പറഞ്ഞാൽ മറ്റ് പല കലകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഞാനും കലാരംഗത്തുള്ള ആളാണ്. സിനിമയിൽ അഭിനയിക്കുന്നവരോ അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുന്ന കലയ്ക്ക് ഒരുപാട് സ്ട്രെയിനും പെയിനും വേണ്ടിയ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായത്. പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള കലാകാരന്മാർക്ക് വേണ്ടിയുള്ള അംഗീകാരം, യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട അംഗീകാരം കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും അടുത്തൊരു ഭരണം വരുമ്പോൾ ഞങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അംഗീകാരം ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. ഞാൻ ഒരുപാട് വർഷമൊന്നും പറയുന്നൊരു പുള്ളി അവിടെ ഇരിപ്പുണ്ട്, ഉണ്ണി പൂഞ്ഞാർ. സെൻറ് തോമസ് കോളേജ് വോളിബോൾ കളിക്കുന്ന കാലം പോലെ ഞങ്ങളടുത്ത് ഒന്ന് നിൽക്കുമായിരുന്നു. പുള്ളി നല്ല മദ്ദളം വായിക്കുന്ന ആളാണ്. പല കലാപരിപാടികൾക്കും കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേയധികം ആളുകൾ എനിക്കറിയാവുന്നവരുണ്ട്. തീർച്ചയായും ഇങ്ങനെ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഭരണങ്ങാനത്ത് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായത് തീർച്ചയായും അഭിനന്ദനീയമാണ്. ശ്രീകൃഷ്ണ വാദ്യകലാപീഠം പ്രസിഡന്റ് വാലൂർ അരുൺ മാരാർ അധ്യക്ഷനായിരുന്നു. 7ാമത് വാദ്യ പ്രജാപതി പുരസ്കാരം വെന്നിമല അനുവിനും വാദ്യമേഖലയിലെ സംഭാവനകളെ മാനിച്ച് പ്രത്യേക ആദരവ് ഇരിങ്ങപ്പുറം ബാബുവിനും മാണി സി കാപ്പൻ MLA സമർപ്പിച്ചു. കഴിഞ്ഞ 10 വർഷമായി കോട്ടയം ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ക്ഷേത്ര വാദ്യകലാകാരന്മാരുടെ കൂട്ടായ്മയായ ശ്രീകൃഷ്ണ വാദ്യകലാപീഠം ഇതിനോടകം നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രസിഡന്റ് വാലൂർ അരുൺ മാരാർ, സെക്രട്ടറി കുറിച്ചിദാനം വിശാഖകുമാർ, ട്രഷറർ ഭരണങ്ങാനം വേണു മാരാർ, സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് മാനേജർ പൂഞ്ഞ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.